ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ 9 പറ്റിയാണ്. അതിൽ പ്രധാനമായും നടക്കുന്ന രണ്ട് കാരണത്തിനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം സാന്ദ്ര പ്രജിൻ്റെ ബാഡ് ഗെയിം, രണ്ട് വിജയ് ഫാറൂഖ് കമറുദ്ദീനോട് ലവ് ട്രാക്ക് തുടങ്ങുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി പോകുന്നത്. 50 ദിവസം പിന്നിടുന്ന നേരത്ത് ഗെയിമിൻ്റെ ഒരു ഫേസൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇപ്പം നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രജിൻ്റെയും ഒരു സാന്ദ്രയുടെയും കേസിനെ ആദ്യം പറയാം. സത്യം ഇപ്പം നല്ല പോലെ വെറുപ്പിക്കുന്നുണ്ട്. ബാഡ് ബിഹേവിയറാണ് കാണിക്കുന്നത്, പ്രത്യേകിച്ച് സാന്ദ്ര. ആ ഒരു സൺഡേയിൽ ആ ഒരു കെമി പ്രജിൻ സമയത്ത് തന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കാണിക്കുകയുണ്ടായി. അവർ ഒരു പ്ലെയേഴ്സ് അല്ല, അവർ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ്. ഹസ്ബൻഡ് വൈഫൊക്കെ ഓക്കെ, പക്ഷേ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ്. പക്ഷേ ഒരാൾ പോകുമ്പോൾ ഇത്ര ഇമോഷണലായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവരെ ബിഗ് ബോസ് അവർ ഒരു ടീമാക്കി നിർത്തണമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് പ്രജിൻ്റെ ഇത് കുഴപ്പമില്ല, പക്ഷേ സാന്ദ്രയുടെ ആ ഒരു വിഷയങ്ങൾ നല്ലപോലെ എനിക്ക് വെറുപ്പിക്കലാവുന്നുണ്ട്. ആ ഒരു കാര്യം വെച്ച് സാന്ദ്രയുടെ ചില സമയത്തുള്ള ബിഹേവിയറൊന്നും എനിക്കൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത്രയും കിടന്ന് കരയാണ് അവർ ഇൻഡിപെൻഡൻറ്റ് പ്ലെയേഴ്സാണ്, എന്താ ഒരു ടീം പ്ലെയേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കമറുദ്ദീനും വിജയ പാർ വന്നിപ്പോൾ ലവ് ട്രാക്ക് തുടങ്ങിയിരിക്കണം അവിടെ കമറുദ്ദീനെ വെച്ച്. ഒരു അട്രാക്ഷനാണ്, ഒരു ഫീലിങ്സ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു എന്തോ ഉണക്കത്തെ ഒരു ഗെയിം പ്ലേ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ കമറുദ്ദീൻ അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമറുദ്ദീൻ പിന്നെ ആയപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ അങ്ങനെയൊക്കെ എന്തോ കളിക്കുന്നു. പക്ഷേ വിജയ പാർ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഫീലിങ്സ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെ ആരെങ്കിലും വേറെ ഒരു ഇൻവോൾവ്മെൻറ്റോ കാര്യങ്ങളുണ്ട്, ലൈക്ക് വിയാനയായിരുന്നാലും അങ്ങനെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പങ്കുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരു ട്രയാങ്കിൾ ലവായിട്ട് മാറുന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വേണം കണ്ടെത്തേണ്ടത്. എന്തായിരുന്നാലും വിജയ പാറു എന്തോ ഒരു ഫീലിങ്സ് ആയിട്ട് കമറിന് എടുത്ത് ചെന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് തമിഴ് സീസൺ ഞാനിപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. വളരെ ഒരു ബാഡ് ഗെയിമാണ് സാന്ദ്ര കാണിക്കുന്നത്. വിജയ പാറു ഒരു ഡേർട്ടി ഗെയിം വീണ്ടും കാണിക്കുന്നത്, ലവ് ട്രാക്ക് പിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. സോ ആ ഒരു കാര്യം വെച്ച് ഈ രണ്ട് ഗെയിം പ്ലേയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ബിഹേവിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബിഗ് ബോസ് തമിഴ് സീസണിനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ.